ചവറ അയ്യൻകോയിക്കൽ LP സ്കൂളിൽ രാത്രി 8:30 വരെ പോളിംഗ് നീണ്ടു. 6 മണി വരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകി. എന്നാൽ 6-ന് ശേഷം എത്തിയവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് തർക്കത്തിനിടയാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചവറ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ വൈകിട്ട് 6-ന് ശേഷവും പോളിംഗ് തുടർന്നു. 6 മണി വരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാനായി ടോക്കണുകൾ നൽകി. എന്നാൽ 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ എത്തിയ പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് തർക്കത്തിനും കാരണമായി. തേവലക്കര, കൊട്ടുകാട് ബൂത്തുകളിലാണ് രാത്രി വൈകിയും പോളിംഗ് നീണ്ടത്. വോട്ടിംഗ് തടസ്സപ്പെടുത്തിയപ്പോൾ നമ്മളുടെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ നമ്മുടെ പുരുഷ വോട്ടർമാർ അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് അവർക്ക് മാതൃക എന്നുള്ള രീതിയിൽ അവരെ വോട്ട് ചെയ്ത് പൂർണ്ണമായും അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 10-25ഓളം പുരുഷ വോട്ടർമാർ വോട്ട് ചെയ്യാൻ കയറിയത് തന്നെ. അത് നമുക്ക് ഈ വോട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ മുഴുവൻ വോട്ടർമാരും നമ്മളുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒരു പ്രേരണയും കൂടാതെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കുന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വോട്ടിംഗ് പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ അത് വിനിയോഗിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ചവറ തേവലക്കര അയ്യൻകോയിക്കൽ LP സ്കൂളിൽ സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതൽ. രാത്രി 8:30യോടെയാണ് അവസാന വോട്ട് രേഖപ്പെടുത്തിയത്. ഇവിടെ സ്ത്രീകളുടെ വലിയ നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുരുഷ വോട്ടർമാർ സ്ത്രീകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്ന മാതൃകയും ഈ ബൂത്തിൽ ദൃശ്യമായിരുന്നു. രാവിലെ മുതൽ മിഷന്റെ കംപ്ലൈന്റ് കൊണ്ട് ഇവിടെ കുറേ തിരക്കായിരുന്നു. ആ തിരക്കിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുഴുവൻ ഏകദേശം 960-അടുത്ത് വോട്ട് ഈ ബൂത്തിൽ നടന്നു. 1199 വോട്ടാണ് മൊത്തത്തിലുള്ളത്. നല്ലൊരു പോളിംഗ് ആണ് ഈ ബൂത്തിൽ നടന്നത്. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തും. സ്ത്രീകൾ വോട്ട് ചെയ്തതിന് ശേഷമായിരുന്നു ഇവിടെ പുരുഷന്മാർ വോട്ട് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചവറ.